ഇന്ത്യൻ റെയിൽവേസിൻ്റെ പുതിയ സമ്മാനമായ 4 വളരെ പ്രത്യേകതകളുള്ള ട്രെയിൻ സർവീസുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അല്പ നിമിഷങ്ങൾക്കുള്ളിൽ. അതിനു മുമ്പ് തന്നെ ഈ ചടങ്ങ് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് bear with the organizers of this program, which is also inevitable and you also need it. So you may please cooperate with the organizers. പ്ലാറ്റ്ഫോമിൻ്റെ എന്താണ് അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സന്തോഷിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ട്രെയിനിൻ്റെ പ്രത്യേകത, ഇത് ഗുരുവായൂരിന് വേണ്ടിയോ അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണ്ടിയോ ഒരുപക്ഷെ സ്ഥാപിതമാവുന്ന ഒരു റെയിൽ സേവനമല്ല. മറിച്ച് തൃശ്ശൂരിനും ഗുരുവായൂരിനും അതിനിടയ്ക്കുള്ള സ്റ്റേഷനുകളെല്ലാം വന്ന് പതിക്കുന്ന, ആ പഥത്തിൽ വന്ന് പതിക്കുന്ന എല്ലാ സ്റ്റേഷനുകളും ആ പ്രദേശത്തെയും ഒക്കെ ഒരുപക്ഷെ വ്യാപാര വിപണനം ഇതിനൊക്കെ ഉതകുന്നതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്പിരിച്വൽ ടൂറിസം അതുപോലെയുള്ള, അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മത സ്ഥാപനങ്ങളിലേക്കുമുള്ള യാനം അത് സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ വളരെ അനിവാര്യമായ ജനങ്ങളുടെ അവകാശം ഇന്ന് ഒരുപക്ഷെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ റെയിൽ സേവന സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വാഗതം ഓതിക്കൊണ്ട് തന്നെ വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട അതിഥികൾ, ട്രെയിനിൽ ഒരുപക്ഷെ ആദ്യ യാത്ര അതിൻ്റെ സുഖമറിയുന്നതിന് വേണ്ടി കയറിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ അധ്യാപകർ, അവരുടെ വിദ്യാലയങ്ങൾ, എല്ലാവർക്കും, പത്രമാധ്യമ പ്രവർത്തകർ, പോലീസ് സേന, മറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിലെ തന്നെ വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും സഹോദരങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇന്ന് ചരിത്ര സാക്ഷിയാകുകയാണ്. പുരോഗതി ഒരു വാഗ്ദാനം മാത്രമല്ല, മറിച്ച് നമ്മുടെ റെയിൽ പാളങ്ങളിലൂടെയും റെയിൽവേ സ്റ്റേഷനുകളിലൂടെയും വ്യക്തമായി പ്രതിഫലിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന ഒരു പുതിയ ഇന്ത്യ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ആദരണീയ പ്രധാനമന്ത്രി കേരളത്തിന് 4 ട്രെയിനുകളാണ് സമ്മാനിക്കുന്നത്. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നാഗർകോവിലിനെ മംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്നതും നമ്മുടെ തലസ്ഥാനത്തെ ചെന്നൈക്കടുത്തുള്ള താമ്പരവുമായി ബന്ധിപ്പിക്കുന്നതും ഹൈദരാബാദിനടുത്തുള്ള ചാർലപ്പള്ളിയിലേക്കുള്ളതും കൂടാതെ നമ്മുടെ തൃശ്ശൂരിന് ഏറെ നാളായി കാത്തിരുന്ന ഗുരുവായൂരിലേക്കുള്ള പാസഞ്ചർ സർവീസും. 2014 മുമ്പ് മെച്ചപ്പെട്ട റെയിൽ ബന്ധത്തിനായുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വളരെ പരിമിതമായ ബഡ്ജറ്റാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2014 മുതൽ ഒരു സമൂലമായ മാറ്റത്തിന് നാം സാക്ഷികളായി. ഇന്ന് കേരളത്തിനുള്ള റെയിൽവേ ബഡ്ജറ്റ് 3042 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. 2009-2014 കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിച്ച ശരാശരി റെയിൽവേ ബഡ്ജറ്റ് 372 കോടി മാത്രമായിരുന്നു. കേരളത്തിലെ 100-ലധികം സ്റ്റേഷനുകളിൽ ഇപ്പോൾ വൈഫൈ സൗകര്യം അണമുറിയാതെ ലഭ്യമാണ്. മുതിർന്ന പൗരന്മാർക്കും ദിവ്യാംഗ ജനങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ നൽകി 90-ലധികം ലിഫ്റ്റുകളും
40-ലധികം എസ്കലേറ്ററുകളും ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്.